സ്വർണ്ണക്കൊള്ളക്കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അതായത് ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ആ ദ്വാരപാലക ശില്പത്തിന് സമീപത്തുള്ള പാളികളൊക്കെ തന്നെ സ്വർണം പൂശിയതാണെന്ന് തെളിയിക്കാൻ ഒരു രേഖയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിജയ് മല്യ സ്വർണം പൂശിയതാണെന്നൊക്കെ പറഞ്ഞ് കള്ളമായിരുന്നു. അതോ ആ രേഖകൾ സമർപ്പിക്കാതെ ദേവസ്വം ബോർഡ് എന്തെങ്കിലും കള്ളക്കളി നടത്തിയോ? അതൊരു സംശയം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ദ്വാരപാലക ശില്പം യഥാർത്ഥത്തിൽ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി വിറ്റു, എന്നിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നില്ലേ? അല്ല, ഈ ആശയക്കുഴപ്പം തുടക്കത്തിൽ നമ്മുടെ 2-3 ചർച്ചകൾ ഞാൻ സിനിയോട് ചൂണ്ടിക്കാണിച്ചതാണ്. എന്താണ് കട്ടിളപ്പാളി? ഈ ചോദ്യം ഞാൻ ചോദിച്ചോർക്കും. കട്ടിള എനിക്ക് മനസ്സിലായി. കട്ടിളപ്പാളി എന്താണ്? കട്ടിളയ്ക്ക് മുകളിൽ ഹൊറിസോണ്ടലായിട്ട് 2 കഷ്ണങ്ങൾ, പിന്നെ നീളത്തിലുള്ള 2 കഷ്ണങ്ങൾ. ഇതിനെ ഒന്നും പാളി എന്ന് പറയാറില്ല. ഇതൊന്ന് കട്ടിളക്കാലെന്ന് പറയും, 2 നീളം കൂടിയത്. വീതി കുറഞ്ഞതിന് പടി എന്ന് പറയും. അതല്ലാതെ പാളി എന്ന് പറഞ്ഞൊരു പ്രയോഗമില്ല. ബട്ട് TV-ക്കാർ എല്ലാവരും കട്ടിളപ്പാളി കട്ടിളപ്പാളി. എന്ത് ഈ കട്ടിളപ്പാളി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ കട്ടിളയുടെ ഈ നീളം കൂടിയ ഭാഗമുണ്ടല്ലോ, ആ നീളം കൂടിയ ഭാഗത്തെ സ്വർണം വെച്ച് നിങ്ങൾക്ക് പൊതിയാം. അപ്പോഴും അത് പാളിയാകുന്നില്ല. പൊതിഞ്ഞ് കഴിയുമ്പോൾ അതിന് നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഓവുചാല് പോലെ ഇരിക്കും. മരത്തിൻ്റെ ഒരു കഷ്ണത്തെയാണല്ലോ നമ്മൾ പൊതിയുന്നത്. ഷീറ്റ്, സ്വർണത്തിൻ്റെ ഷീറ്റാക്കിയിട്ട് അത് ചെറിയ ചുറ്റിക വെച്ച് അടിച്ച് റെഡിയാക്കി ചെറിയ മൊട്ടാണി വെച്ച് തറച്ച് അങ്ങനെയാണ് സ്വർണം പൊതിയുന്നത്. അങ്ങനെ പൊതിഞ്ഞതാണോ? അങ്ങനെയാണെങ്കിൽ അതിനെ പാളി എന്നെങ്ങനെ വിശേഷിപ്പിക്കുന്നു? എന്താണ് ഈ സാധനം? ഇത് വ്യക്തതയില്ല എന്ന് വാസുവിനറിയാം. ആ വ്യക്തത ഇല്ലായ്മയിൽ നിന്ന് മുതലെടുക്കാനാണ് വാസു ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൽ മിക്കവാറും അങ്ങനെ വിജയിക്കുകയും ചെയ്യും. കാരണം ഇത് വിജയ് മല്യയ്ക്ക് അങ്ങ് കൊടുത്തു, ചേട്ടാ ഇതങ്ങ് സ്വർണം പൊതിഞ്ഞോ, പൊതിയാൻ പറ്റാത്ത സ്ഥലത്ത് പൂശിക്കോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ബാക്കി മുഴുവൻ ആ മനുഷ്യനാണ് ചെയ്യിച്ചത്. ഇതും തുടക്കത്തിൽ സിനിജിയോട് ഞാൻ പറഞ്ഞിരുന്നു. അവസാനം ഈ കേസ് പോയി നിൽക്കാൻ പോകുന്നത് വിജയ് മല്യയുടെ തലയിലായിരിക്കും. കാരണം ആ മനുഷ്യനെന്തോ 6000-7000 കോടിയുടെ ഇതിൽ ഡിസ്പ്യൂട്ടിൽ മുങ്ങി ഇംഗ്ലണ്ടിൽ കഴിയുകയാണ്. ഒരു 100 കോടിയുടെ ഡിസ്പ്യൂട്ടോടെ തലയിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ആകെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുളിരില്ല. അപ്പോൾ ഇങ്ങനെ ഇയാളാണ് ഈ തട്ടിപ്പെല്ലാം കാണിച്ചത്, ഇയാൾ തന്നത് സ്വർണ്ണമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കേസെല്ലാം കൂടെ ക്യാൻസലായി പൊക്കോളും. അതിലേക്കാണ് ഇപ്പോൾ ഈ പോകുന്നത്. വാസു പറയുന്നത് ഞാൻ ചെമ്പെന്ന് പറഞ്ഞ് കൊടുത്തത് ചെമ്പ് തന്നെ ആയിരുന്നു, സ്വർണം പൂശിയിട്ടില്ല. സ്വർണം പൂശിയിട്ടുമില്ല, പൊതിഞ്ഞിട്ടുമില്ല. അത് ഈ പോറ്റിയാണ് പൂശിയത് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട്. അതെനിക്കറിയാം, അത് ചെമ്പാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ. അല്ല, അപ്പം ശബരിമലയുടെ വാതിൽ സ്വർണം പൊതിഞ്ഞിട്ടില്ല എന്ന്. ഇപ്പം ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞു, ശ്രീകോവിൽ പൊതിഞ്ഞു, അപ്പോൾ വാതിൽ പൊതിഞ്ഞിട്ടില്ല. ശ്രീകോവിൽ വേറെ, വാതിൽ വേറെ. ശ്രീകോവിലിൻ്റെ മേൽക്കൂര അതാണ് ചെയ്യുന്നത്. വാതിലിന് എന്തിനാണ് സ്വർണം? ഇതാണ് വാസുവിൻ്റെ ചോദ്യം. ഇപ്പോൾ സർക്കാർ എന്താ ചെയ്യുന്നത്? ഈ സ്വർണം പൊതിയുന്നതോ പൂശുന്നതോ കണ്ട സാക്ഷികളുണ്ട് എന്ന് പറഞ്ഞിട്ട് സാക്ഷി. ഹൈക്കോടതി ചോദിച്ചു, സാക്ഷിയൊക്കെ എവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ റെക്കോർഡ് എവിടെ? നിങ്ങൾക്കൊരു റെക്കോർഡ് വേണമല്ലോ, തിരുവാഭരണ റെക്കോർഡ് എന്നൊക്കെ പറയുന്നു അല്ലേ? ഇതിനൊരു റെക്കോർഡ് വേണം. സ്വർണമാണിത്. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇത്ര സ്വർണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. അങ്ങനത്തെ രജിസ്റ്ററോ രേഖയോ എന്തെങ്കിലും ഉണ്ടോ? അതില്ല. നിങ്ങളൊരു 4 പേരെ കൊണ്ടുപോകാൻ 1998 വിജയ് മല്യ സ്വർണം പൂശുന്നത് ഞങ്ങൾ കണ്ടു. ഇങ്ങനൊരു സാക്ഷിയുണ്ടോ? ഇയാൾ കണ്ടെങ്കിൽ ഇയാളെ എങ്ങനെ വിശ്വസിക്കാം? ഇത് കൊലക്കേസൊന്നും അല്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫൈനലി വാസു വിൽ വിൻ. കാരണം ഇവർക്ക് റെക്കോർഡ് ഹാജരാക്കാൻ പറ്റില്ല, റെക്കോർഡ് ഇല്ല, എല്ലാം അവ്യവസ്ഥയാണെന്ന്. അവിടെ ഇവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് വാതിലുണ്ടാക്കിച്ച് അവിടെ ഫിറ്റ് ചെയ്തല്ലോ. പഴയ വാതിലെടുത്തിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ താഴെ അവിടെ വലിച്ചെറിഞ്ഞിരുന്നു. സത്യമല്ലേ? അതെ. അപ്പോൾ അത്രയ്ക്ക് അലക്ഷ്യമായിട്ടാണ് ഈ റെക്കോർഡുകളും മെറ്റീരിയലും ഒക്കെ അവർ കൈകാര്യം ചെയ്യുന്നത്. സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും ഒക്കെ ചുമ്മാ കൈ കിട്ടിയെടുത്ത് വലിച്ചങ്ങേറി.
പിന്നെ എടുക്കാം, പെറുക്കി എടുക്കാം. അത് ചേട്ടാ ഒരു മോതിരം തെറിച്ചു പോയി, അവിടെ എങ്ങാനും ഉണ്ടാവൂടാ, നീ വാ നമുക്ക് പോവാം. ഈ അവസ്ഥയിലാണ്. ശബരിമല മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളും. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ സ്വർണം. ഒരു സംശയം വരുന്നത് വെച്ചാൽ, അപ്പോൾ വിജയമല്യ അവിടെ സ്വർണം പൂശി എന്ന് പറയുന്ന സമയത്ത് ആ പൂശാതെ അവരെ കബളിപ്പിച്ചാണെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ഉദ്യോഗസ്ഥർ, ബാക്കിയുള്ളവരെല്ലാം തന്നെ പ്രതികളില്ല. അവരെന്തോ ഒരു കള്ളത്തരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ ഈ വിജയമല്യ സ്വർണം പൂശി എന്ന് അവർ പറയുന്നത്. റെക്കോർഡിക്കലി അതില്ലായിരിക്കാം, പക്ഷെ അവർക്കത് അറിയാമല്ലോ. അവർ പിന്നീടും പറഞ്ഞിട്ടുണ്ടല്ലോ വിജയമല്യ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. എത്രയോ വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അതിനകത്ത് വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വീണ്ടും കള്ളത്തരം. ഇതിൻ്റെയൊക്കെ രേഖ എവിടെയെന്ന് അതല്ലേ? ഇതൊക്കെ ഇവർ വിചാരിച്ചു സ്വർണം പൂശിയതാണ്, സ്വർണം പൊതിഞ്ഞതാണെന്നൊക്കെ. ഇത് എഴുതി വെച്ച് റെക്കോർഡാക്കണ്ടേ? അതാക്കണം. ആ റെക്കോർഡിൽ ഒപ്പിടണ്ടേ? ഇത്ര സ്വർണം ഇന്ന സ്ഥലത്ത് ഉപയോഗിച്ചു, മേൽക്കൂരയ്ക്ക് ഇത്ര ഉപയോഗിച്ചു, ആ മേൽക്കൂരയുടെ മൂലയ്ക്കുള്ള നാഗം അതിന് ഇത്ര ഉപയോഗിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണക്ക് വേണം ഇതിന്. ആ സ്വർണ്ണമല്ലേ നീ ഇട്ട് കളിക്കുന്നത്, അതിന് കണക്ക് വേണ്ടേ? ഏത് സാധനത്തിനും കണക്ക് വേണം. ദേവസ്വത്തിൽ ഇതിന് ഭരണിപാത്രം എന്ന് പറയും. അതായത് ഭരണിയും മറ്റ് പാത്രങ്ങളും, ഈ പിച്ചളയുടെ പാത്രം, ഓടിൻ്റെ പാത്രം, മരം കൊണ്ടുള്ള പാത്രങ്ങൾ, മറ്റ് സാധനങ്ങൾ, പിന്നെ ഭരണി. അപ്പോൾ ഇതിനാണ് ഇവർ ഭരണിപാത്ര രജിസ്റ്റർ എന്ന് തന്നെ എഴുതും. ഈ സാധനങ്ങൾക്കൊക്കെ കണക്കുണ്ട്. അപ്പോൾ ഭരണിക്കും മരത്തവിക്കും വരെ കണക്കുള്ളത് ദേവസ്വം ബോർഡിൽ. സ്വർണത്തിന് കണക്കില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ രജിസ്റ്റർ കൊണ്ടുവന്ന് കോടതി പറയുമ്പോൾ രജിസ്റ്റർ ഇല്ല. പിന്നെ എന്താ ഉള്ളത്? 4 ആൾക്കാരുണ്ട്, അവർ കണ്ടിരുന്നു. ആൾ കണ്ടാൽ മതി. ആളുകൾക്ക് കണ്ടാൽ സ്വർണ്ണമാണോ വെള്ളിയാണോ തിരിച്ചറിയുക. അത് ഒരു വല്ലാത്ത കുരുക്കാണ്. ഈ കുരുക്ക് അറിയാവുന്ന ആളാണ് വാസു. അതാണ് ജാമ്യത്തിൻ്റെ സമയത്ത് അയാളിത് എടുത്തിട്ടിരിക്കുന്നത്. അയാളിപ്പോൾ ഉറച്ചു പറയുന്നു, ഞാൻ കൊടുത്തയച്ച സാധനം ചെമ്പ് തന്നെയായിരുന്നു. ആരാ പറഞ്ഞവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നു? എന്താ രേഖ, എന്താ തെളിവ്? നിങ്ങൾ ടി വിയിൽ ബഹളം വെച്ചാലൊന്നും കാര്യം നടക്കില്ല. ദേവസ്വത്തിൻ്റെ രജിസ്റ്ററിൽ കാണണം ഇത്ര സ്വർണം, ഇത് കട്ടളപ്പാളി എന്ന് വെച്ചാൽ ഇന്നതാണ് എന്നൊക്കെ അതിൽ എഴുതണം. അപ്പോഴല്ലേ ഇത്ര സ്വർണം ഇന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ ഇതിൽ മാല, അത് മൊത്തം 25 എണ്ണം, അതിൽ ഇത്ര ഗ്രാമുള്ള ഒരു മാല, പിന്നെ മറ്റേ രത്നം പതിപ്പിച്ച മാല, ഇങ്ങനെയൊക്കെ കൃത്യം കണക്ക് വേണം ഇതിന്. അങ്ങനെ കണക്കാണ് സൂക്ഷിക്കേണ്ടത്. അതിപ്പോൾ ഗുരുവായൂരും ഇല്ല, ശബരിമലയിലും ഇല്ല. അപ്പോൾ ഈ ദ്വാരപാലക ശില്പം വിദേശത്തേക്ക് കടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് വീണ്ടും സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ? അതൊരു വൈൽഡ് അലിഗേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദ്വാരപാലക ശില്പത്തിന് വലിയ ആൻറ്റീക്ക് വാല്യൂ ഒന്നുമില്ല. സ്വർണം പൂശിയതൊക്കെയാണ്. സ്വർണം പൂശിയതാണെങ്കിലും ആൻറ്റീക്ക് വാല്യൂ ഇല്ല. വാല്യൂ ഉണ്ടാകും. ആൻറ്റീക്ക് വാല്യൂ എന്ന് പറയുന്നത് അത് കോടികളിലേക്ക് പോകും. മറ്റത് ലക്ഷങ്ങളിൽ നിൽക്കും. സ്വർണത്തിൻ്റെ വിലയും ഒരു ശില്പത്തിൻ്റെ വിലയൊക്കെ ചേർത്തിട്ട് ഒരു 10 ലക്ഷം രൂപ തന്നേക്കാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കാനുണ്ടാകും. ആൻറ്റീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൗരാണികതയുടെ. അപ്പോൾ അതിൽ സ്വർണ്ണമൊന്നും വേണമെന്നില്ല. വെറും ഒരു 6 ഇഞ്ച് പൊക്കമുള്ള നടരാജ പ്രതിമയ്ക്ക് 6 കോടി രൂപ കൊടുക്കാനാണ് ഉണ്ടാവും. അതിൻ്റെ പഴക്കമനുസരിച്ച് 2500 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അട്രാക്ഷൻ ഈ ദ്വാരപാലകന്മാർക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ അലിഗേഷനായിട്ട് പോകാനാണ് സാധ്യത. ഈ വാതിലുകളിൽ സ്വർണം, ചട്ടക്കൂടുകളിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞാണെന്ന് രേഖകളില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. റെക്കോർഡിക്കലില്ല. അപ്പോൾ ഈ റെക്കോർഡിക്കൽ ഇത് വരുത്താതിരിക്കാൻ ഭാവിയിൽ എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമെന്ന് ഒരു പേടിയുള്ളതുകൊണ്ട് ചെയ്തതായിരിക്കും. ആ രീതിയിൽ കോടതിക്ക് നിരീക്ഷിച്ചുകൂടെ? കോടതിക്ക് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ വാസുവിന് ജാമ്യം കൊടുക്കേണ്ടി വരും. വാസു പറയുന്ന പോയിന്റ് കറക്റ്റ് അല്ലേ? ഇത് സ്വർണ്ണമാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു കോടതി എന്നെ തുറന്നു വിടും. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിചാരണ സമയത്ത് നോക്കിക്കോളും, വിചാരണ കോടതി നോക്കിക്കോളും. അത് ഹൈക്കോടതിയും സമ്മതിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് സ്വർണ്ണമായിരുന്നോ ചെമ്പായിരുന്നോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് വിചാരണ കോടതിയാണ്. സർക്കാരും വാദിക്കുന്നു ഇത് വിചാരണ കോടതിയിൽ തീർപ്പാക്കേണ്ടതാണ്, ജാമ്യത്തിൻ്റെ സമയത്ത് തീർപ്പാക്കേണ്ടതല്ല. വാസു പറയുന്നത് നിങ്ങൾ തീർപ്പൊന്നും ആക്കണ്ട, ജാമ്യ സമയത്ത് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തണമല്ലോ, ഞാൻ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ റെക്കോർഡ് ഒന്ന് കാണിക്കുക. പിന്നെ റെക്കോർഡ് കറക്റ്റാണോ, റെക്കോർഡ് ആരുണ്ടാക്കി, ഇതൊക്കെ വിചാരണ കോടതി തീരുമാനിക്കട്ടെ. ഒരു റെക്കോർഡുണ്ടോ കയ്യിൽ, അതൊന്ന് കോടതിയെ കാണിക്കുക.
അതില്ല അവരുടെ കയ്യിൽ. അതുകൊണ്ട് കോടതി എന്നെ ജാമ്യത്തിലാണല്ലോ ഇവിടുന്ന്, കേസൊന്നും തീർന്നിട്ടില്ല. ഞാൻ വിചാരണയുമായിട്ട് സഹകരിക്കാം, ഏത് കണ്ടീഷൻ വേണമെങ്കിലും കോടതിക്ക് ഇടാം, എന്നെ തുറന്നു വിടും. ഇപ്പം ഇത്രയും പ്രായമായ മനുഷ്യനെ നിങ്ങൾക്ക് എന്തോ റെക്കോർഡും ഇല്ല, ഒരു കുന്തവും ഇല്ല, എന്നെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് എന്തിനാ? എത്ര ദിവസമായി ഇപ്പോൾ? അതുകൊണ്ട് മിക്കവാറും വാസു ജാമ്യത്തിലിറങ്ങും. ചുരുക്കം പറഞ്ഞാൽ വിജയ് വലിയ സ്വർണ്ണം കട്ട ആളായിട്ട് മാറുകയും ചെയ്യും. അത് പതുക്കെ മാറ്റും. വിജയമല്ലയുടെ തലയിൽ വെച്ചിട്ട് പിന്നെ ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.